ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ എലിമിനേറ്റർ മത്സരത്തിനിടെ മുംബൈ ഇന്ത്യൻസിന്റെ പേസ് ബൗളർ ജസ്പ്രീത് ബുംറ മുഖ്യ പരിശീലകൻ മഹേള ജയവർദ്ധനയുടെ നിർദ്ദേശങ്ങൾ കേൾക്കാൻ വിസമ്മതിച്ചു. സ്റ്റാർ ഫാസ്റ്റ് ബൗളർ ശാന്തമായി തന്റെ പരിശീലകനോട് വിശ്രമിക്കാൻ പറയുകയായിരുന്നു. തന്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് തനിക്ക് പൂർണ്ണ ബോധ്യമുണ്ടെന്നും അദ്ദേഹം ഉറപ്പു നൽകി. മുള്ളൻപൂരിലെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ മുംബൈ ഇന്ത്യൻസ് 20 റൺസിന് വിജയം നേടിയിരുന്നു. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ആകട്ടെ 5 വിക്കറ്റ് നഷ്ടത്തിൽ 228 റൺസാണ് നേടിയത്. മറുപടിയായി ഗുജറാത്ത് 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 208 റൺസ് നേടാനേ സാധിച്ചുള്ളൂ. ഗുജറാത്ത് ടൈറ്റൻസ് ബാറ്റിംഗിന് ഇറങ്ങിയപ്പോൾ തന്നെ ആദ്യ ഓവറിൽ തന്നെ ശുഭ്മാൻ ഗില്ല് പുറത്തായപ്പോൾ അവർക്ക് തിരിച്ചടി നേരിട്ടു. എന്നാൽ 3-ാം വിക്കറ്റിൽ 84 റൺസിന്റെ നിർണായക കൂട്ടുകെട്ടുണ്ടാക്കിയ സായ് സുദർശനും വാഷിംഗ്ടൺ സുന്ദരനും അവരെ വിജയത്തിലേക്ക് എത്തിക്കുമെന്ന് തോന്നിച്ചു. സുദർശനും സുന്ദരും ക്രീസിലുണ്ടായിരുന്നപ്പോൾ മഹേള ജയവർദ്ധന അടക്കമുള്ള മുഴുവൻ ഡക്കൌട്ടും ആശങ്കയിലായിരുന്നു കാണപ്പെട്ടത്. ബൗണ്ടറിയിൽ ജസ്പ്രീത് ബുംറ ഉൾപ്പെടെയുള്ള താരങ്ങൾക്ക് ജയവർദ്ധനെയും ബാറ്റിംഗ് പരിശീലകൻ കിറോൺ പൊള്ളാർഡും മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ ബുംറയെ സമീപിച്ചു. എന്നാൽ ബുംറ ശാന്തനായി തന്നെയായിരുന്നു കാണപ്പെട്ടത്. ജയവർദ്ധനയോട് വിശ്രമിക്കാൻ അദ്ദേഹം പറയുകയായിരുന്നു. സാഹചര്യം നമ്മുടെ നിയന്ത്രണത്തിലാണെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. പരിശീലകന്റെ നിർദ്ദേശങ്ങളെക്കാൾ സ്വന്തം അവബോധത്തെ ആശ്രയിക്കാനാണ് ബുംറ തീരുമാനിച്ചത്. സംഭവം നടന്നപ്പോൾ ആ സമയത്ത് ഹിന്ദി സംപ്രേഷണത്തിലുണ്ടായിരുന്ന കമന്ററി പറഞ്ഞത്, ബുംറ അടിസ്ഥാനപരമായി പറയുന്നത് വിശ്രമിക്കൂ, എനിക്ക് എന്റെ ജോലി നന്നായി അറിയാമെന്നാണ്. ഞാൻ ഇവിടെയുണ്ട്, നിങ്ങൾ ശാന്തനായിരിക്കൂ, എനിക്കൊരു അവസരം നൽകൂ എന്നാണ് ബുംറ പറഞ്ഞതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഉയർന്ന സ്കോറുള്ള ത്രില്ലറിൽ ജസ്പ്രീത് ബുംറ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഗുജറാത്ത് ടൈറ്റൻസിന്റെ 14-ാമത്തെ ഓവറിൽ ഹർദിക് പാണ്ഡ്യ തന്റെ 3-ാമത്തെ ഓവറിലേക്ക് ബുംറയെ തിരികെ എത്തിക്കുകയായിരുന്നു. മുംബൈ ഇന്ത്യൻസ് ഒരു പ്രധാന ബ്രേക്ക് ത്രൂ ആയിരുന്നു അപ്പോൾ ആവശ്യം. ബുംറ ഒരു കൃത്യമായ യോർക്കർ എറിഞ്ഞ് വാഷിംഗ്ടൺ സുന്ദറിന്റെ സ്റ്റെമ്പുകൾ പിഴുതെറിഞ്ഞു. സുന്ദറിന്റെ പുറത്താകലിന് ശേഷം സായ് സുദർശനും പെട്ടെന്ന് തന്നെ വീണു. ഗുജറാത്ത് ടൈറ്റൻസ് ആകട്ടെ 151-3 എന്ന നിലയിൽ നിന്നും 6 വിക്കറ്റിന് 208 എന്ന നിലയിലേക്ക് തകർന്നടിഞ്ഞു. ടൈറ്റൻസ് 20 റൺസ് അകലെ അവരുടെ ഇന്നിംഗ്സ് അവസാനിപ്പിച്ചു. അവരുടെ IPL-ലെ കുതിപ്പും അവസാനിച്ചു. ടീമുകൾക്കിടയിൽ 430-ലധികം റൺസ് നേടിയ ഉയർന്ന സ്കോറുള്ള മത്സരത്തിൽ ബുംറ തന്റെ ബൌളിംഗ് പ്രകടനത്തിൽ മതിപ്പ് ഉളവാക്കി. തന്റെ 4 ഓവറിൽ വെറും 27 റൺസ് മാത്രമാണ് ബുംറ വിട്ടുകൊടുത്തത്. സുന്ദറിന്റെ നിർണായകമായ ഒരു വിക്കറ്റും അദ്ദേഹം നേടി. ബുംറയ്ക്ക് യഥാർത്ഥ ക്രിക്കറ്റ് നേടാനുള്ള കഴിവുണ്ടെന്നാണ് മത്സരശേഷം ടോം മൂഡി ബുംറയെ കുറിച്ച് പറഞ്ഞത്. മുൻ ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ ടോം മൂഡി ബുംറയെ ബൌളിംഗിനെ പ്രശംസിക്കുകയും ചെയ്തു. ബുംറയുടെ 4 ഓവർ സ്പെൽ ഏതൊരു ബാറ്റിംഗ് ടീമിനും വലിയ വെല്ലുവിളിയാണെന്നും സമ്മർദ്ദത്തിൽ വിക്കറ്റ് നേടാനുള്ള ബുംറയുടെ കഴിവ് ബുംറയെ വ്യത്യസ്തനാക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.